ഞാൻ കുറച്ച് തിരക്കിട്ട് പണിയാട്ടോ. വേറൊന്നുമല്ല, സിൻഡ്രലേനെ വരയ്ക്കാനായിരുന്നേ. സംഭവം ഈസിയാന്നൊക്കെ എനിക്ക് അന്നേരമൊക്കെ തോന്നി. പക്ഷെ വരച്ച് തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇത് ഈസിയല്ല, ഭയങ്കര പാടാണെന്ന്. വരച്ച് തീരുന്ന വരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റാണ് മെയിൻ പ്രശ്നം. കാരണം മഴയാണല്ലോ, ഇപ്പോഴും തന്നെ മഴയാണ്. അപ്പോൾ ഈ ഒരു മഴയുടെ ക്ലൈമറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ്ടൻറ്റ് വർക്കുകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ ഫേസൊക്കെ വരയ്ക്കുക എന്ന് പറയുമ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ണിലായിരുന്നു വരയ്ക്കാറ്. ഇതിപ്പം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കണ്ണ് വരയ്ക്കുന്നത്. എന്താണെന്നറിയത്തില്ല, എപ്രാവശ്യം എന്തോ അങ്ങനെയൊക്കെ തോന്നി. ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത് ഷോപ്പിൽ തന്നെ വെച്ചിട്ടാട്ടോ. വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടികളൊന്നും സത്യം പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ കേക്കുകളെല്ലാം ചെയ്ത് കുറച്ചൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ചാണ് ബാക്കിയെല്ലാം ചെയ്യാറ്. പിന്നെ മാക്സിമം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഷോപ്പിലായിരിക്കും കേട്ടോ. ഷോപ്പിൽ ഫുൾ ടൈം ഞാനുണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കൂടിയുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഫോണ്ടൻറ്റ് വർക്കുകൾ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള സത്യം പറഞ്ഞാൽ ടൈം എനിക്ക് ഒരു തുള്ളി പോലും എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഉടനെ തന്നെ സെറ്റ് ആക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമ്മുടെ സിൻഡ്രല്ല ഇവിടെ ലാസ്റ്റത്തെ മേക്കപ്പിലാട്ടോ കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആ സൗന്ദര്യമൊക്കെ ഉള്ളൂ. ലാസ്റ്റ് ആയപ്പം പുള്ളിക്കാരി മേക്കപ്പ് എല്ലാം കളഞ്ഞു. സിൻഡ്രല്ലയുടെ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഓർഡർ കസ്റ്റമർ പറഞ്ഞു കേട്ടോ. അപ്പം ലിമിയ ടീച്ചറായിരുന്നു എനിക്ക് ഈ ഒരു കേക്കിന് ഓർഡർ തന്നത്. മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഡിസൈൻ എടുത്തത് ഇച്ചിരി മണ്ടത്തരമായോ എന്ന് എനിക്കൊരു തോന്നലില്ലാതില്ല കേട്ടോ. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും വരച്ച് പിന്നെ ടൈം മാറ്റാനുള്ള ടൈമും എനിക്കില്ലായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്തേക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വലിയ മൂഡില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ആ പാവാടയൊക്കെ ഒന്ന് അങ്ങ് സെറ്റാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ചിലപ്പോൾ പ്ലേസിൻ്റെ ആയിരിക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ആവാനും ചാൻസ് ഉണ്ട്. കിച്ചണിൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി സ്പേസ് കുറവായിട്ടോ നമുക്ക് വീഡിയോ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. അതുകൊണ്ട് റീഅറേഞ്ച് ഒന്ന് ചെയ്തിട്ട് പ്ലാനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നീട് വീഡിയോ ഒക്കെ പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആ സിൻഡ്രലേനെ കണ്ടില്ലേ, വരച്ച പോലെയൊന്നും അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. എവിടേക്കോ കുത്തും പാടും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമായിപ്പോയി. ഡിസൈൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ.